ഹലോ, വെൽക്കം ബാക്ക് ടു രഞ്ജിസ് കഫേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കിങ് ഫിഷാണ്. നമുക്ക് ഏത് മീനിനെ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും ഈ റെസിപ്പി വെച്ചിട്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാൻ ഇവിടെ 1/2 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്, കിങ് ഫിഷ്. പിന്നെ പച്ചമുളക്, കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു മീൻചട്ടി അടുപ്പത്ത് വെക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഇടുക. ചൂടായി വരുമ്പം 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. അത് പൊട്ടുമ്പം വെളുത്തുള്ളി ചേർക്കുക, ഒരു 15 എണ്ണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക. ഇതൊക്കെ കൂടെ സോട്ട് ചെയ്യുക, പച്ചമണം മാറുന്ന വരെ. ബ്രൗൺ ആവണമെന്നില്ല, പക്ഷേ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗണിഷ് ആകുമ്പം നിർത്തുക. റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാം. 4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അത്ര അധികം പച്ചമുളക് ഇടണ്ട, കാരണം നമ്മൾ മുളക് പൊടി അത്യാവശ്യം ചേർക്കുന്നുണ്ട്. ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഏറ്റവും ലോ ഫ്ലെയിം ആയിരിക്കണം. ആദ്യം നമ്മുടെ പിരിയമുളക് ചേർക്കുക. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, കളറ് മാറിപ്പോവും. അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിക്കാൻ. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതുകൊണ്ട് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളം ചേർക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക, ചൂടായിരിക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ പുതിർത്തി വെച്ച കുടംപുളി വെള്ളത്തോടു കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ വറുത്ത ഉലുവപ്പൊടി 1 ടീസ്പൂൺ ചേർക്കും. അപ്പോൾ കറിക്ക് നല്ല കട്ടി കിട്ടും. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ കറി തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്കിടാം. പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പില. ഞാൻ ഇവിടെ 3 കൊളുന്ത് കരിവേപ്പില എടുത്തത്. 3 കൊളുന്ത് കരിവേപ്പില ഇടുക. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല കളറും ഉണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഈ തീ ഓഫ് ചെയ്തിട്ട് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തൂവിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.